ഒരു സാധാരണഗതിയിൽ നമ്മളൊരു മന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു വ്യാപ്തിയാണല്ലോ അദ്ദേഹത്തിനുള്ളത്. അത് കോഴിക്കോട് മാത്രമായിട്ട് ചുരുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങയുടെ വകുപ്പ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വി ഡി സതീശൻ എപ്പോഴും ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടും ഒരു ട്രാൻസ്പെറൻസിയെക്കുറിച്ചൊക്കെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും ദുരൂഹമായ ഏർപ്പാടുകളൊന്നും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന്. കാലം മാറുകയാണ്, തിരഞ്ഞെടുപ്പ് നടത്താൻ വലിയ പാടാണ്. അപ്പോൾ എന്നിരുന്നാലും എന്തായിരിക്കും നിങ്ങളുടെ ഈ കാര്യത്തിലെ കാഴ്ചപ്പാട്? അനാവശ്യമായ ഫണ്ട് പിരിവ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക? ഒരു സംശയമില്ല, ഇത് തികച്ചും സുതാര്യമായ ജനഹിതം മാനിച്ചുകൊണ്ട് ജനങ്ങളെ അറിയുന്ന സർക്കാരായിട്ട് മാത്രമായിരിക്കും UDF മുന്നോട്ട് പോകുക. അതിൻ്റെ കാരണം ഇതിൻ്റെ ലീഡർ, ക്യാപ്റ്റൻ എന്ന് ഇതുവരെ ഉപയോഗിച്ച പേരുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന് വി ഡി സതീശൻ, മന്ത്രിമാരായിരിക്കുന്നവരെല്ലാം ആ ഒരു സൽഭരണം ആഗ്രഹിക്കുന്ന കേരള ജനതയുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് ഒരു സംശയമില്ല, തികച്ചും സുതാര്യമായിട്ട് തന്നെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനം തന്നെ അതാണല്ലോ വ്യക്തമാക്കുന്നത്. വാക്ക് പാലിക്കുന്ന സർക്കാർ, ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ 10 വർഷമായിട്ട് ജനം കാത്തിരിക്കുകയല്ലേ ഇങ്ങനൊരു നല്ല കാര്യം കേൾക്കാൻ വേണ്ടി. ഇന്നല്ലേ കേൾക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ പറയുന്ന രാഷ്ട്രീയം പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞു ഇനി വഴിക്ക് പോട്ടെന്നല്ലോ. ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മാനിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സർക്കാർ. ആ ടീം യു ഡി എഫിൻ്റെ വിജയമാണ്. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.